ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, ഇന്നാള് എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങളെ ഡീപ്പായിട്ട് മിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അതായത് വളരെ ഈസിയാണ്. അപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചെയ്യാൻ പറ്റുള്ളതാണ്. അപ്പോൾ കിടക്കാൻ പോകുന്നതിനെ കുറച്ച് മുന്നേ, അതായത് നിങ്ങളിപ്പോൾ കുറേ പേരൊക്കെ കിടന്നു കഴിഞ്ഞിട്ടും ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവുകയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് സൗണ്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കാമായി ഭയങ്കര കൂളായിട്ട് നിങ്ങൾ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഒരു 10 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളെല്ലാം ഓക്കെ ആയി, ഇപ്പോൾ ഒരു പ്രശ്നമില്ല, മൈൻഡൊക്കെ ഓക്കെ ആയി, ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് അതുവരെ നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാം. അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയാണ്. ആലോചിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ അത്രയും മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അവർ വേണമെങ്കിൽ അവരുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളെ നോക്കുന്നത്, മീൻസ് നിങ്ങളുടെ ഫോട്ടോ നോക്കുന്നത്, വിളിക്കണോ എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നത്, നമ്പർ എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അതായത് അവർ നിങ്ങളെ അത്രയും അധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അങ്ങനെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു ഇത് കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കണം. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് അവർ നിങ്ങളോട് പറയുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അതായത് അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്തു. അങ്ങനെ മിസ് ചെയ്തതിന് ശേഷം നിങ്ങളെ നേരിട്ട് കാണുകയാണ്, അതല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. എന്നിട്ട് അവർ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനേ കഴിയുന്നില്ല എന്നുള്ള ഒരു സെൻറ്റൻസ് അവർ നിങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഇത് കേൾക്കാനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും, എത്ര നിങ്ങൾ ഹാപ്പി ആവും. അത്രയും തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം. ആ ഒരു സന്തോഷം ആ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ആ സെൻറ്റൻസ് മറക്കരുത്. എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സന്തോഷം കിട്ടിക്കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞു, അവർ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞു. അപ്പം പിന്നെ വളരെ ഈസി ആയിട്ട് ഈ ഒരു കാര്യം നടക്കുന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലർക്ക് അങ്ങനെ നടക്കാറുണ്ട്. അതായത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ നടക്കാം. അല്ലെങ്കിൽ കുറച്ച് ദിവസവും എടുക്കും. അപ്പം നിങ്ങൾ കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ആലോചിക്കുക, നമുക്ക് അത്രയും സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസം ചെയ്തെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വലിയൊരു വഴക്കമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ പ്രശ്നം എല്ലാം മാറിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാനും വീണ്ടും ഒരു പാച്ചപ്പിനും അങ്ങനെ അല്ലെങ്കിൽ പുതിയൊരു കണ്ടുമുട്ടലിനും, അതായത് വീണ്ടും നിങ്ങൾ കാണാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഒരുങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് അതിനും കൂടി കഴിയുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അവരെ നിങ്ങളെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിലും ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ വഴികളുണ്ട്. അതായത് അതിനു വേണ്ടി നമുക്ക് നമ്മളിൽ മാറ്റം വരുത്തുക, അങ്ങനെ കുറേ വഴികളുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ അതിന് റിസ്ക് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇരുന്ന് ഇമാജിൻ ചെയ്താൽ മതി, മനസ്സിൽ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, അത്ര ഇവിടെ വരുന്നുള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞതുപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങൾക്കുള്ള ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്